ആ മഹത്തായ സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത്, ഞാൻ മുമ്പ് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ടാക്സി കയറിയപ്പോ ഒരു ചെറുപ്പക്കാരൻ നല്ല ടൈയൊക്കെ കെട്ടി ഫാന്റൊക്കെ ഇൻസൈഡ് ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ എന്റെ ടാക്സിയിൽ വന്ന് കയറിയിരുന്നു. എനിക്കറിയില്ല, താടിയൊക്കെ വെച്ചിട്ടുണ്ട്, തലയിൽ തൊപ്പിയൊന്നുമില്ല. ഇയാള് സലാം പറഞ്ഞു, എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ റമദാൻ മാസത്തിലാണ് ഒരു ദുബായിൽ നോമ്പറക്കാൻ ക്ഷണിച്ചു കൊടുത്തേക്ക് പോവാണ്, അബുദാബിന്ന്. കുറെ മുമ്പാണ്, 10-13 വർഷം മുമ്പാ. അങ്ങനെ ഇയാൾ എന്നോട് പരിചയപ്പെട്ടു. ഉസ്താദ് എവിടെയെന്നൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോ എന്നോട് ഞാൻ തിരിച്ചൊന്നും അങ്ങോട്ടും ചോദിക്കണല്ലോ, നിങ്ങളെവിടെയാണ് പറഞ്ഞു. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ഞാനിവിടെ അബുദാബിയിലെ ലിവ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോലീസിലാണ് എനിക്ക് ജോലി. എന്റെ കുടുംബം ഒരു സുന്നി ഫാമിലിയാണ്. ഞാൻ അബുദാബിയിൽ വന്നതിന് ശേഷം ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിക് പ്രവർത്തകനാണ്. എന്താ ഉസ്താദെ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് കുഴപ്പമെന്ന് ചോദിച്ചു ഇയാള്. ഈ ചോദ്യം ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ട് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടുമോ? ഞാൻ ഇപ്പൊ നിങ്ങളോടാണ് ചോദിച്ചത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്താ കുഴപ്പം? പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ നോക്കിയാൽ ഒരു കുഴപ്പം ചിലപ്പോ നമുക്ക് നോക്കിയാൽ കാണൂല. അപ്പോ ഞാൻ എന്ത് പറഞ്ഞു, ഇത് പുസ്തകം വായിച്ച് ഇതിന്റെ ഗണ്ണനും മണ്ണനൊക്കെ നടത്തുന്ന ഉസ്താദന്മാർ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ പിന്നെ ഇങ്ങനെ വല്ല സ്വലാത്തിന്റെ മജ്‌ലിസിലോ ഇങ്ങനെ വല്ല തദ്കിറത്തു സാലിഹി മജ്‌ലിസിലൊക്കെ വയൽ പറഞ്ഞ സ്വഭാവമായതുകൊണ്ട് നമ്മൾക്ക് ആ വയലേ പറയാൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ അയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളെ കുടുംബം സുന്നി ഫാമിലി എന്ന് പറഞ്ഞു, നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് രാജിവെച്ച ആള്. അപ്പൊ നിങ്ങൾ രാജിവെച്ചത് സുന്നിക്കൊരു കുഴപ്പമുണ്ടായിട്ട് എന്താ സുന്നിന്റെ കുഴപ്പമെന്ന് വെച്ചു. ഇത് ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു, ഇയാൾ കുളർത്തിട്ടില്ല. സാധാരണ അങ്ങനെ ചോദിച്ചാൽ നമ്മളിങ്ങനെ മറുപടി അറിഞ്ഞു കൊടുക്കാൻ കുത്തിറക്കും. തിരിച്ചൊന്ന് അങ്ങോട്ടും ചോദിച്ചാൽ മതി. എന്താ സുന്നിക്ക് കുഴപ്പമെന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു, അതിൽ കുറെ വേണ്ടാത്തതുണ്ട്. എന്താ? അപ്പൊ നിങ്ങൾ തുടങ്ങി മൗലൂദ്. എന്റെ കുടുംബമൊക്കെ ഭയങ്കര മൗലൂദാണ്, ചോദുന്ന പാർട്ടിയാണ്. അങ്ങനെ മൗലൂദിന് ഇങ്ങനെ കുറെ വിമർശനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോ സാധുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഈ മൗലൂദ് അറിഞ്ഞ എന്താ? മരിച്ചുപോയ മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങള്, ജീവിച്ച കാലത്തുണ്ടായ ചരിത്ര പാഠങ്ങൾ ഇങ്ങനെ പറയലാണ്. അതിങ്ങനെ പറയുകയും ഓതുകയും പ്രകീർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. അത് നടത്തുന്നതിനിപ്പോ എന്താ കുഴപ്പം? അപ്പൊ മൂപ്പര് പറഞ്ഞു, ചെറുപ്പക്കാരി ഇപ്പൊ എന്താ, ഒരു കാര്യപ്പെട്ട ആൾക്കാര് ഓരങ്ങനെ ജീവിച്ച് മരിച്ചുപോയി, അവരങ്ങനെ പ്രകീർത്തനം നടത്തേണ്ട ഒരു കാര്യപ്പം എന്താ നമുക്ക്? അതൊരു വ്യക്തി പൂജ പോലെ, പൂജ അതാ ശിർക്ക്. അതൊരു വ്യക്തിനെ പൂജിക്കുക എന്ന അർത്ഥത്തിനാണ് ഈ ശിർക്ക് നമ്മളെ മേലെ വെച്ചു കിട്ടുന്നത്. അല്ലാതെ ഇതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. പൂജ അല്ലേ എന്ന നിലവാരത്തിലേക്ക് ഇയാൾ നീങ്ങിയപ്പോ ഞാൻ ഇയാളോട് ചോദിച്ചു, മരിച്ചുപോയ മഹാന്മാരെ ചരിത്രം പറയാൻ പാടില്ല എങ്കില് നിങ്ങൾ എങ്ങനെ ഖുർആൻ ഓതലെന്ന് ചോദിച്ചു. ഖുർആനിലുള്ളത് ഒരുപാട് മരിച്ച മഹത്തുക്കളുടെ ചരിത്രമാണ്. വെള്ളിയാഴ്ച അൽക്കഹ്ഫ് സൂറത്ത് ഞാൻ എടുത്തു ഉദാഹരണത്തിന്. ആ അൽക്കഹ്ഫ് സൂറത്തിന്റെ ചരിത്രം എന്താ? മഹാനായ ഖിളിർ നബി പിന്നെ മരിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബലപ്പെട്ട അഭിപ്രായം മരിച്ചിട്ടില്ല, ഇന്നും ജീവിക്കുന്നു എന്നത് തന്നെയാണ്. ഖിളിർ നബി അലൈഹിസ്സലാമിനെ കണ്ട മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വടകര മുഹമ്മദ് ഹാജിപ്പാപ്പയെ പോലുള്ള ആളുകൾ. വടകര മുഹമ്മദ് ഹാജിപ്പാപ്പ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഖിളിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോയ ചരിത്രം ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് ഞങ്ങൾക്ക് ശറഹുൽ അഖായിദ് ഓതുമ്പോ പറഞ്ഞെന്ന ഓർമ്മയുണ്ട്. ഖിളിർ നബിനെ കാണാൻ പോയ ചരിത്രം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഖിളിർ നബിനെ കാണലൊക്കെ പതിവാ. പിന്നെ മരിച്ചിട്ടില്ല. ആ ഖിളിർ നബി അലൈഹിസ്സലാമും കലീമുല്ലാഹി മൂസാ നബി ഏതായാലും വഫാത്തായി പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും കൂടി ഉണ്ടായ ഒരു ചരിത്ര പാഠം ഈ അൽക്കഹ്ഫ് സൂറത്തിൽ പറയുന്നുണ്ട്. മൂസാ നബി ഏതായാലും മരിച്ചു എന്നാണല്ലോ. അതുപോലെ തന്നെ അൽക്കഹ്ഫിലെ 7 ഔലിയാക്കള്, ചെറുപ്പക്കാരായ 7 യുവാക്കള്
അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരില് അന്ന് ആ രാജ്യത്തുണ്ടായിരുന്ന രാജാക്കന്മാര് ഈമാനിനും ഇസ്ലാമിനും എതിരായി പ്രവർത്തിക്കുന്ന ഭരണകൂടമായപ്പോ അന്നത്തെ ഭരണാധികാരികളെ പേടിച്ച് ഈ 7 ചെറുപ്പക്കാര് ഗുഹയിലേക്ക് കയറി, കാട്ടിൽ മലയിൽ ഒരു ഗുഹയിലേക്ക് കയറി. അവരെ കൂടെ അവരെ പ്രിയം വെച്ച് ഒരു നായയും പോയി. സാമിനുഹും കൽബുഹും, അവരെ കൂട്ടത്തിൽ 8ാമത്തത് അവരുടെ നായയാണെന്ന് സൂറത്തുൽ കഹ്ഫില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹത്തായ വിഷയം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സാമിനുഹും കൽബുഹും, അവരെ പ്രിയം വെച്ച് പോയ നായ നാളെ സ്വർഗത്തിൽ കിടക്കുന്ന നായയാണ് ആ നായ. ഈ 7 ഔലിയാക്കൾ 300-ലധികം കൊല്ലം ജീവിച്ച് അവിടെ കിടന്ന് ഉറക്കി, നായനെ ഉറക്കി. പിന്നീട് അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർവ് കൊടുത്തു. തിരിച്ചു വന്ന് കയ്യിലുള്ള നാണയേറ്റ് മാർക്കറ്റിൽ ചെന്നപ്പോ 300 കൊല്ലം കഴിഞ്ഞേക്കണ്, ഭരണങ്ങളൊക്കെ മാറിയിക്കണ്, പ്രകൃതിയൊക്കെ മാറിയിക്കണ്. ഇവരെടുക്കലോ ഇവർ ഉറങ്ങിയിച്ചതാ. ഇവർ കുറഞ്ഞ സമയം ഉറങ്ങിയിട്ടുള്ളൂ. ഞമ്മക്കൊക്കെ അങ്ങനെയല്ലോ. രാവിലെ സുബൈക്കാരെയും വന്ന് വിളിച്ചാൽ ചവിട്ടുപോലെ എപ്പോ തന്നെ വന്ന് വിളിച്ചത് ഇറങ്ങിയിട്ട് അവിടെ ഉറങ്ങൽ തുടങ്ങിയിട്ട് 10 മണിക്കൂറായിട്ടോ. അങ്ങനെയല്ല നമ്മളെ സ്വഭാവം. ഇതിന്റെ പേരിൽ, ഈ സ്വലാത്തിനൊന്നും വന്നതിന്റെ പേരിൽ സുബൈ കളാക്കരുത്. എല്ലാ രോഗവും അല്ല മാറ്റി തരും. സുബൈ കളാക്കാതെ നിസ്കരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റ കുട്ടി കളാക്കരുത്. എല്ലാ രോഗവും അല്ല മാറ്റി തരും. അയാൾ തങ്ങൾ പാപ്പാന്റെ മജ്ലിസിൽ നിങ്ങൾ കുപ്പി വെച്ചാൽ മതി, അതിന്റെ പവർ നിങ്ങൾക്ക് ഉണ്ടാവും. സുബൈ നിങ്ങൾ കളാക്കരുത്. ആലോചിക്കൂ സഹോദരങ്ങളെ. അങ്ങനെ ചെന്നു നോക്കുമ്പോ പോകാത്ത പൈസ ഇട്ട് ചെന്നപ്പോ പിടികൂടി, ഇവര് ഏതപ്പോ ആൾക്കാർ പുതിയ പൈസ ഇട്ട് വന്നിക്കണ്. ചരിത്രപരമായി പഠിച്ചപ്പോ അന്നത്തെ രാജാവ് വിവരമുള്ള രാജാവായിരുന്നു. അയാൾ എഴുതി വെച്ചാലേ അന്ന് ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇങ്ങനെ 7 ചെറുപ്പക്കാര് ഗുഹ കയറിയിട്ടുണ്ട്, അവരങ്ങനെ ഗുഹയിൽ കിടന്നിട്ടുണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ അറിയുന്ന രാജാവ് അന്വേഷിച്ച് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ ഇത് ആ 7 ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കി അവർക്ക് വലിയ പദവി കൽപ്പിച്ചു. അവരവിടെ വെച്ച് വഫാത്തായി എന്നൊക്കെയാണ് സംഭവം പറയുന്നത്. അങ്ങനെയുള്ള ഗുഹാവാസികൾ 7 ഔലിയാക്കളും കൂടുങ്ങണ നേരത്തെ അവരെ പേരിൽ 7 ഫാത്തിഹാണ്ട് ഓതിയാലേ പൗറണ്ട് കാണും. അത്ര പൗരുള്ള മഹാന്മാരാണ് അൽ കഹ്ഫിലെ 7 ഔലിയാക്കൾ. കൂടുങ്ങണോടത്ത് ഓതി നോക്കിങ്ങള്. മഹാന്മാരെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല അവര്. അവർ റബ്ബിനോട് ദ്വാരുന്ന ദ്വാ എന്താ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അൽ കഹ്ഫ് സൂറത്തിന്റെ 10ാമത്തെ ആയത്ത്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഈ ദുആയാണ് മഹത്തുക്കൾ ദ്വാരുന്നുകൊണ്ടിരുന്നത് എന്ന് ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്ത് പതിവാക്കി ഓതുന്നവർക്ക് ദജ്ജാലിങ്ങൾ കദ്ദാബിങ്ങളെ ഷെറ് ഉണ്ടാവൂല എന്നാണ് കല്ലൂബിയെ പോലുള്ള മഹത്തുക്കൾ പോലെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 10 ആയത്ത് പതിവാക്ക്. ഏത്? അൽ കഹ്ഫ് സൂറത്തിന്റെ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أما حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا
മിൻ അംരിനാ റശദാ. ദ്വാരനോക്കാണ് റബ്ബനാ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ റശദാ. അതെന്നാണ് ചൊല്ലിയിട്ട് ദ്വാരം നോക്കാണ്. ഈ വല്ലാത്ത ദ്വാരല്ലേ. 10 ആയത്താണ്ട് ഓതി 10ാമത്തെ വട്ടം ആ ആയത്തിൽ 100 വട്ടാണ്ട് ചൊല്ലിയിട്ട് ദ്വാരന്നാൽ ദ്വാരക്കുള്ള ഇജാബത്ത് തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടില്ലേ? അതിലെന്താ പറഞ്ഞത് 10 ആയത്തിൽ ഈ സംഭവം പറയണത്? അങ്ങനെ അള്ളാഹു ഞാൻ ഇയാളോട് ചോദിച്ചു, ഇങ്ങനെ ഖുർആനില് ഇങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ പോകും? അങ്ങനെ എടുത്തേച്ചാണ് മറിയം സൂറത്ത്. അങ്ങനെ അങ്ങോട്ട് തെളിവില്ലാത്ത കുഴപ്പം വേണ്ട. മറിയം സൂറത്ത്, യൂസുഫ് സൂറത്ത്, യൂനുസ് സൂറത്ത്, ഇബ്രാഹിം സൂറത്ത്, അങ്ങനെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് വെച്ചപ്പോ ഇയാൾ ഇങ്ങനെ ഒറ്റ താടക്ക് കൈ കൊടുക്കല. ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും ഇങ്ങനെ തോണ്ടി, എന്തെങ്കിലൊന്നും ഉണ്ടാക്കി പറയുങ്ങള്, നിങ്ങളെങ്ങനെ ഇത് ഓതല്? മരിച്ചുപോയ മഹാന്മാരുടെ ചരിത്രം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ ആയത്ത് സൂറത്തുകൾ ഓതാന്ന് പറഞ്ഞു തന്നാ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും പറഞ്ഞു തരണ്ട. നിങ്ങൾ പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുമെന്ന് അറിഞ്ഞാല്. ഇയാൾ കുറെ ആലോചിച്ച് ഉത്തർന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ അതിനെക്കുറിച്ച് അത്ര ആലോചിച്ചിട്ടില്ല അറിഞ്ഞോട്. കാരണം കുടുങ്ങിയ പിന്നെ അതാണ് നല്ലത്. ഞാൻ അതിനെക്കുറിച്ച് അത്ര ആലോചിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ജമാഅത്തെ ഇസ്ലാമിയിലുള്ളവരൊക്കെ ആലോചിക്കാതെ രാജിവെച്ച ആൾക്കാരാണ്. ഇപ്പൊ മനസ്സിലായ കുഴപ്പം നിറഞ്ഞാണ്. മറുപടി ശരിക്കും കിട്ടി. പിന്നെ ഇറങ്ങോളം ഒരു ആലോചനയാണ്, ഇറങ്ങിയപ്പോഴും ആലോചനയാണ്. അയാൾ എന്ത് ആയി അറിയില്ല. ഇതാണ് മനുഷ്യന്മാരെ കഥ. എന്തെങ്കിലുമൊക്കെ പറയാ. ഇത് ഖുർആന്റെ എതിരാണോ, ഖുർആൻ അനുകൂലമാണോ? ഈ സത്യത്തിൽ ഇതിന് വല്ല സത്യമുണ്ടോ? ഈ സുന്നത്തിയമായത്തിൽ നമ്മൾ കണ്ട നേതാവാരാ? ബഹ്റുൽ ഉലൂം ഷെയ്ഖുന ഓക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ മഹാനല്ലേ? ഖിളർ നബിയുമായി അഭേദ്യ ബന്ധമുള്ള മഹാനല്ലേ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ്? ഖിളർ നബി അലൈഹിസ്സലാമുമായി വലിയ ബന്ധമുള്ള ആളെ. അതുകൊണ്ടല്ലേ മുഹമ്മദ് ഹാജിപ്പാപ്പ ആരെ ഖിളർ നബിയെ കാണാൻ പോകുമ്പോ സമ്മതം ചോദിക്കാൻ ആരെടുത്തൊക്കെ വന്നത്? ഓക്കെ ഉസ്താദിനോട് വന്നിട്ട് സമ്മതം ചോദിച്ചത്, ഞാൻ പോട്ടെ. എന്താ ആ സമ്മതം ചോദിച്ചതിന്റെ പിന്നില്? ഖിളർ നബി ഓക്കെ ഉസ്താദും കൂടി എന്തൊരു കണക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമ്മതം ചോദിക്കുവോ? അതല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതാണ് ഇവിടെയുള്ള ഈ മൗലൂദ് ഓതണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മളാകെ കെണി കൊടുക്കും. നല്ല ഓതികൊളി, മൗലൂദ് മാത്രം ഓതികൊളികൾ നിസ്കരിക്കണ്ടെന്നതിന്റെ അർത്ഥമില്ല. കാരണം ഈ മഹാന്മാരെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഈമാൻ എങ്ങനെ നിലനിർത്തണം, നിസ്കാരം എങ്ങനെ നിലനിർത്തണം, ഹിദായത്ത് എങ്ങനെ നിലനിർത്തണം, തഖ്വ എങ്ങനെ നിലനിർത്തണം, ഇത് മാത്രമാണ് ആ മഹാന്മാരുടെ ആ ചരിത്രങ്ങളിൽ പറയുന്നത്. അത് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ പറഞ്ഞ് ആ മഹത്തായ ഖുർആനിലെ ആ സൂറത്തിൽ ഇനി ചരിത്രമല്ലേ, ആ സൂറത്തിലെ മറ്റൊരു ചരിത്രമാണ് ദുൽഖർനൈനി രാജാവ്. ദുൽഖർനൈനി രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യം അടക്കി ഭരിച്ച രാജാവാണ്. 4 രാജാക്കന്മാരാണ് രാജ്യം അടക്കി ഭരിച്ചത്. ഒന്ന് ദുൽഖർനൈനി രാജാവ്, ബഹുമാനപ്പെട്ടവർ മഹാനാണ്. മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ വെച്ച വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ. മറ്റൊന്ന് നബിയുല്ലാഹി സുലൈമാൻ നബി, ലോകം മടക്കി ഭരിച്ച രാജാവാണ്. ജിന്നിനും ഇൻസിനും പറവജാതികളെയും കാറ്റ് എല്ലാ വസ്തുക്കളെയും സമ്പൂർണമായി കീഴടക്കിയ മഹാനാണ് പ്രവാചകനായ സുലൈമാൻ നബി, ദാവൂദ് നബിന്റെ മകൻ. സബൂർ എന്ന കിതാബിന്റെ പ്രവാചകന നബിയാണ് ദാവൂദ് നബി. ദാവൂദ് നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഅലന്നാ ലഹുൽ ഹദീദ. ആ ദാവൂദ് നബിന്റെ കയ്യിൽ ഇരുമ്പ് ഇങ്ങനെ കിട്ടിയാല് നമ്മളെ കയ്യിൽ മൈദപ്പൊടി കിട്ടിയ മാതിരിയായിരുന്നു. വഅലന്നാ ലഹുൽ ഹദീദ. അങ്ങനത്തെ ഒരു കയ്യായിരുന്നു ദാവൂദ് നബിന്റെ കയ്യ്. ഈ ബഹുമാനം ആരാ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞത് ഖുർആനില്. വഅലന്നാ, നമ്മൾ ലയ്യനാക്കി കൊടുത്തു, മയപ്പെടുത്തി കൊടുത്തു, ലഹു ദാവൂദ് നബിക്ക് അൽ ഹദീദ. അതുകൊണ്ട് ഇരുമ്പ് കൊണ്ട് എന്തിവിടെ സൃഷ്ടിക്കാനും ദാവൂദ് നബിന്റെ കയ്യിൽ നിന്ന് പിടിച്ചാൽ ആ ഇരുമ്പ് വിചാരിച്ച മാതിരിയാകും. അങ്ങനെയായിരുന്നു ദാവൂദ് നബിന്റെ. ആ ദാവൂദ് നബിന്റെ മകനാണ് നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് ഒരു ഭരണാധികാരി. ചരിത്രം പറയാൻ സമയമില്ല.
പിന്നെ 2 ഭരണാധികാരികൾ. ഒന്ന് നമ്രൂദ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ അഹങ്കാരി. അവന്റെ അഹങ്കാരം കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്കെതിരെ വലിയ തീക്കുണ്ടാരം സൃഷ്ടിച്ച് ആ തീക്കുണ്ടാരത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ തന്റെ തീയിനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു രോമകൂപത്തിനെ, ഒരു ചെറിയ രോമത്തിനെ വരെ കരിക്കാൻ തന്റെ തീക്ക് കഴിഞ്ഞില്ല. അതെന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ ഉരിയാടിയ ഒരു ദിക്റുണ്ട്. തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, തീയിലേക്ക് ഇങ്ങനെ ഉരുകുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മഹാനവറുകൾ തന്റെ നാവിൽ ചൊല്ലിയ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഏതാണെന്നറിയോ? അറിയോ? നിങ്ങൾക്ക് അറിയണ പണിയെടുത്താ മുഖം കിട്ടും കൂലി. ആ ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഏതാ ദിക്ർ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാത്ത ദിക്റല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു. സഹാബത്ത് വലിയ ബേജാറ് പറഞ്ഞു. റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു. എന്താ സഹാബത്തിനോട് പറഞ്ഞത്? ഞാനെങ്ങനെ സന്തോഷിച്ച് നടക്കുക? റസൂലുള്ളാഹി പറഞ്ഞു. അവര് ഒക്കെ റസൂലുള്ളാഹി ആ മെത്തേഡ് കൂടിയാണ് വിഷയം പഠിപ്പിക്കുക. വലിയ ബേജാറോടുകൂടി പറഞ്ഞു, ഞാനെങ്ങനെ സമാധാനിച്ചിരിക്കുക? ഇസ്രാഫീല് സൂറ് എന്ന കാളം പിടിച്ചിരിക്കുക, ചെവിയെ റബ്ബിലേക്ക് താഴ്ത്തി വെച്ചേക്ക്. എപ്പോഴാണ് സമ്മതം കിട്ടുന്നത്? ആ സമ്മതം കിട്ടുമ്പോ ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ് എന്ന കാളത്തിനെ പിടിച്ച് ഈ ലോകം മുഴുവനും നശിപ്പിക്കപ്പെടാനുള്ള ഊത്തൂതാൻ വേണ്ടി ഇസ്രാഫീൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോ സഹാബത്തെ ഞാനത് കാണുന്നു, അറിയുന്നു. അങ്ങനെയുള്ള ഞാനെങ്ങനെ സന്തോഷിക്കും? എനിക്കിങ്ങനെ ഇവിടെ ആർഭടിച്ച് നടക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ സഹാബത്തെ ആകെ അങ്കലാപ്പിലായി. സഹാബത്തിന്റെ മുന്നിലേക്ക് ഈ പ്രശ്നം അങ്ങോട്ട് ഉന്നയിച്ചപ്പോ സഹാബത്തിന് ഉറക്കം കിട്ടണില്ല, സഹാബത്തിന് ചൂടും പുകയും തീരുന്നില്ല. മനസ്സിലിങ്ങനെ അലട്ടുകയാണ്. ഇസ്രാഫീൽ എപ്പോ ഊതിയാലും മരിക്കുമല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുക? ആരാണ് ബേജാറ് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ബേജാറ് പറഞ്ഞത്. നമ്മൾ എന്തു ചെയ്യുമെന്ന് വേവലാതിപ്പെട്ട് സഹാബത്തിന്റെ വേവലാതിങ്ങനെ മനസ്സിലാക്കിയപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞുകൊടുത്തു, പേടിക്കണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾ പതിവാക്കുക. നിങ്ങളെ നാവില് എന്ത് പതിവാക്കുക? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എത്ര മാനസികമായ പ്രശ്നപ്രതിസന്ധികൾ അലട്ടുമ്പോഴും, എത്ര വലിയ ക്യാൻസർ ആകട്ടെ, കിഡ്നി ആകട്ടെ, ഹാർട്ടാകട്ടെ, എത്ര വലിയ സാമ്പത്തിക പ്രശ്നമാകട്ടെ, ശത്രുവിന്റെ പ്രശ്നമാകട്ടെ, എന്തെല്ലാം പ്രശ്നപ്രതിസന്ധികൾ വന്നാലും നമ്മൾ പതിവാക്കേണ്ടത് ഏത്? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഞാൻ വന്യരായ ബഹറുലുലും ഷെയ്ഖുന ഓക്കി ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ, എപ്പോ അവിടുത്തെ ഇയാസുന്നെ പൂട്ടിയ ഒരു സമയത്ത് തന്റെ ജീവിതത്തിൽ കണ്ണീരൊലിപ്പിച്ചൊരു രംഗുണ്ടെങ്കിൽ, ഒരു വിഷമത്തിന് കണ്ണീരൊലിപ്പിച്ചൊരു രംഗുണ്ടെങ്കിൽ തന്റെ കോളേജ് ആരൊക്കെയോ പൂട്ടിച്ചു ആ സമയത്താ. അങ്ങനെ കേസൊക്കെ നടന്ന്, കേസ് ഉസ്താദിന് അനുകൂലമായി വിധി പറഞ്ഞ് അത് തുറന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ പറഞ്ഞു, ആ കേസ് എല്ലാ നിലയിലും നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് അതിന്റെ ആർഗ്യുമെന്റ് ഒക്കെ നടന്നത്. എന്നോട് നേരിട്ട് അവിടുന്ന് പറഞ്ഞതാ. ആർഗ്യുമെന്റ് കഴിഞ്ഞപ്പോ നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ കൂടി ഇന്ത്യത്ത് വന്ന് ബേജാറ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? മുത്തുനബി സഹാബത്തിന് പറഞ്ഞു കൊടുത്ത, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അതങ്ങോട്ട് ചൊല്ലി. ഞാൻ അയ്മലങ്ങോട്ട് കൂടി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അത് ആരാ ചെല്ലണത്? അതും ആരാ? മനം പൊട്ടി ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ ത്വരീഖുമായി ബന്ധമുള്ള മഹാനായ ബഹറുലുലും ഒക്കെ ഉസ്താദ് പാതിരാത്രിയിൽ ഉറക്കൊഴിച്ചിരുന്നിട്ട് ചൊല്ലിയാൽ ഫലം കാണൂലേ?
വിധി പറഞ്ഞപ്പോ ജഡ്ജി വിധി പറഞ്ഞത് അതിന്റെ രക്ഷാധികാരി ഉസ്താദാണെന്നും ഉസ്താദ് എന്താ പറയുന്നത് അതുപോലെ കോളേജ് നടത്തണമെന്നുമാണ് ഈ വിധി എഴുതി കൊടുത്തത്. അതിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞതെന്താ? ഇത് കറാമത്തല്ലാതെ വേറെന്താ കുട്ടിയെ? നമ്മളെ കറാമത്തല്ല, ഞാനൊരു ദിക്റ് നല്ലോണം ചൊല്ലിക്കണ്. ഏത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അപ്പൊ കേസ് തുറക്കാൻ വിധിയായി. ഇനി എനിക്ക് സമാധാനമുണ്ട്, ഇതിൽ തുറന്നു കിട്ടിയല്ലോ, ഇനി അത് പൂട്ടൂല എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ അത് വലിയ സ്ഥാപനമായി ഈ ആവശ്യം ഉയർന്നു. അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൽ പഠിച്ച ഒരു ഹസനി ഇവിടെ തദ്കിറത്തു സാലിഹീൻ എന്ന വിഷയത്തിനോട് ബന്ധപ്പെട്ട് ഈ മൂന്നാക്കൽ എന്ന് പറയപ്പെടുന്ന പ്രദേശം എല്ലാം കൊണ്ട് ഒരു അറിയപ്പെട്ട നാടാണ്. ഞാൻ പറയുന്നു മൂന്നാക്കൽ ചരിത്രപരമായി എനിക്ക് ചില അനുഭവങ്ങൾ ഞാൻ പറയും മൂന്നാക്കലിനെ സംബന്ധിച്ച്. ആ മൂന്നാക്കലിൽ എന്റെ ബഹുമാനം ഓതാനും ചൊല്ലാനും അയവിറക്കാനും ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടണം, പ്രകീർത്തിക്കണമെന്ന് പാളം ഉൾക്കൊണ്ട മഹാന്മാരിൽ നിന്ന് ഉത്തേജനമേകി ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ മൗലിദു ശുയൂഖിൽ മൂനാക്കലിയ എന്ന പേരിൽ എഴുതിയ ഈ മഹത്തായ കുറഞ്ഞ പേജുകൾ മാത്രമുള്ള നോക്കിച്ചൊല്ലാൻ കഴിവുള്ള ഏതൊരു സാധാരണക്കാരനും ചെല്ലാൻ പറ്റിയ ശൈലിയിൽ ഇത് രൂപപ്പെടുത്തി കൃതിയാക്കി തദ്കിറത്തു സാലിഹീൻ എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇതിന്റെ പ്രകാശന കർമ്മം നമ്മുടെ ആത്മീയ നേതാവായ ബായാർതങ്ങൾ പാപ്പ കഴിഞ്ഞ മജ്ലിസിൽ നിർവഹിച്ചുവെങ്കിൽ അതിന്റെ കോപ്പികൾ നമ്മുടെ നഈം ഉസ്താദിന്റെ ദർസിന്റെ പേരിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ നിങ്ങളെ കയ്യിലെത്തിക്കുമ്പോ നിങ്ങളാൽ കഴിയുന്ന 50 രൂപയിൽ കുറയാത്ത നല്ല സംഭാവനകൾ കൊടുത്ത് ഇത് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി എന്റെ പേരിൽ ഈ മൂന്നാക്കൽ ഔലിയാക്കളെ ചരിത്രം ഒന്ന് കൊണ്ടുവച്ചാൽ, ബഹുമാനത്തിലൊന്ന് കൊണ്ടുവച്ചാൽ അതിന്റെ വർക്കത്തെങ്കിലും എന്റെ പേരിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവച്ചാൽ, കിതാബൊക്കെ കൊണ്ടുവച്ചാൽ ബഹുമാനത്തിൽ കൊണ്ടുവച്ചാൽ അതിന് വർക്കത്തുണ്ടാവും. വർക്കത്തുണ്ടാവില്ല എന്നൊന്നും പറയണ്ട, അതിന് വലിയ സ്ഥാനം ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാവരും വാങ്ങണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു തആല ഇതിനു വേണ്ടി സഅയ് ചെയ്ത ആ ഹസനിക്ക് അല്ലാഹു തആല ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇതിനുവേണ്ടി ഇത് അടിച്ചറക്കാൻ വേണ്ടി പ്രവർത്തിച്ച നഈം ഉസ്താദിന്റെ ദർസും വിദ്യാർത്ഥികളെയും അല്ലാഹു ഉന്നതങ്ങളിലേക്ക് ഉയർത്തട്ടെ. ഇത് വാങ്ങി സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ മൂന്നാക്കൽ മഹാന്മാരുടെ മദദ് അല്ലാഹു നൽകുമാറാകട്ടെ. നിങ്ങൾ വാങ്ങിക്കോളി, പേക്കൂല. അല്ലാഹു തആല പൂർണ്ണമായും എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ മഹത്തായ അൽ-കഹ്ഫ് സൂറത്തില് നമ്രൂദ് എന്ന് പറയപ്പെടുന്ന പഹയന്റെ കഥ ഇബ്രാഹിം നബിന്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരു ദിക്റാണ് ബഹുമാനപ്പെട്ടവർ നാവിൽ ചൊല്ലിയത്. അതുകൊണ്ട് മാത്രമല്ല, ചൊല്ലിയ വ്യക്തി വെറും സാധാരണ നമ്മളെപ്പോലെയല്ല, അള്ളാന്റെ ഖലീലാണ്. ഖലീലുള്ള എന്ന് പേര് കിട്ടിയ മഹാനാണ്. ഖുർആൻ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയത് കാന ഉമ്മത്തൻ, ബഹുമാനപ്പെട്ടവർ ഒരു ഉമ്മത്താണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് എത്ര സ്ഥാനമുണ്ടോ അങ്ങനത്തെ ഒരു ഉമ്മത്തിന്റെ സ്ഥാനമാണ് ഒരൊറ്റ ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ഹജ്ജ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം മഖാമിൽ ഇരുന്ന് നിസ്കരിക്കാൻ അള്ളാഹ് ഭാഗ്യം നൽകട്ടെ. ആ ചരിത്ര പശ്ചാത്തലങ്ങൾ ഉൾക്കൊള്ളുന്ന അമലാണ് ഹജ്ജ്. ഹജ്ജിലൊക്കെ ചരിത്രമാണ്. ഇബ്രാഹിം മഖാം അതൊരു ചരിത്രമാണ്. കഅബം അതൊരു ചരിത്രമാണ്. ഹജറുൽ അസ്വദ് ഒരു ചരിത്രമാണ്. സാലിഹീങ്ങളെ, ഹിജ്ർ ഇസ്മായിൽ അതൊരു ചരിത്ര പാഠമാണ്. ഇസ്മായിൽ നബിയെ ഓർക്കാതെ ഹിജ്ർ ഇസ്മായിലിലേക്ക് കടക്കാൻ സാധ്യമല്ല. സഫാ മർവ ഒരു ചരിത്ര പർവ്വതങ്ങളാണ്. അതിന്റെ ഇടയിലെ സഅയ് ഒരു ചരിത്ര പാശ്ചാത്തലത്തിന്റെ ഓട്ടമാണ് ഓടുന്നത്. സാലിഹീങ്ങളെ തദ്കിറത്ത് ചെയ്യല. എന്റെ ഒരു ചെറിയൊരു മാനസികതയുള്ള ഒരു ഹജ്ജ്, മുമ്പ് ഹജ്ജിന് പോന്നപ്പോ ആരും പറഞ്ഞ കേൾക്കൂല, എന്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. അങ്ങനെ എന്റെ നാട്ടുകാർ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ മരണപ്പെട്ടു പോയി. അങ്ങനെ സഫാ മറുവന്റെ ആരോഗ്യമല്ല, ആരോഗ്യ കുറച്ച് പ്രായം ഉണ്ടെങ്കിലും എന്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോ, സഫാ മറുവന്റെ അടിയിൽ നടക്കുമ്പോ ആണുങ്ങൾ ഉളരി നടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ ഉളരി നടക്കുന്നിടത്തുനിന്ന് ഉളരി നടന്നപ്പോ
മനെ ഇവിടെ ആചറമ്മ വണ്ടിയത് ചോദിച്ചിങ്ങോട്ട്. ചരിത്രക്കാരെയും മനെ ആചറമ്മ ഇവിടെ വണ്ടിയത് ചോദിച്ചു. അതെ, ഇവിടെ തന്നെയാണ് വണ്ടി. എന്നാ ഞാൻ ഒന്ന് മണ്ടട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ മണ്ടണ്ട, അതിനൊരു ശൈലിയുണ്ട്, ഞാൻ കാട്ടുന്നതിൽ കാട്ടിക്കോളി. അങ്ങനെ ബഹുമാനം. അങ്ങനെ ചരിത്രങ്ങൾ പഴയ ആളുകൾക്കൊക്കെ ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാം. അറഫ മുഴുവനും ചരിത്രമാണ്. മീന ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ മിനിയിൽ. വേറെന്താ അവിടെ ഉള്ളത്? മുഴുവനും ചരിത്രങ്ങൾ മാത്രം, മഹത്തുക്കളുടെ ചരിത്രങ്ങൾ. ഒരു യഥാർത്ഥ സുന്നിക്കല്ലാതെ ചരിത്രം മനസ്സിലാക്കി ഹജ്ജ് ചെയ്യാൻ സാധ്യമല്ല. ആലോചിക്കൂ, നമ്മള് അങ്ങനത്തെ ചരിത്ര പാഠം ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് അൽ കഹ്ഫ് സൂറത്ത്. അതിൽ ദുൽഖർനൈനി രാജാവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, ആ ദുൽഖർനൈനി രാജാവിനിക്ക് ഭൂമിയിൽ നമ്മൾ തംകീന് എന്ന സ്ഥാനം നൽകി. തംകീൻ എന്ന് പറഞ്ഞ ഒരു ആത്മീയ ദർജയാണ്. കുതുബിയത്തി ചെല്ലുമ്പോ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആത്മീയത പറഞ്ഞുകൊടുത്ത് മഹാനായ സദഖത്തുല്ലാഹിൽ ഖായിരി തങ്ങള് ഈ തംകീനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തഹ്കീമ്, തംകീന്, ഇങ്ങനെ രണ്ട് മക്കാനത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ഥാനം. ആ തംകീനാണല്ല പറഞ്ഞത്. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, ആ ദുൽഖർനൈനി രാജാവിനിക്ക് നമ്മൾ തംകീന് എന്ന ഭൂമിയിൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു. എന്ത് വിചാരിച്ചത് ചെയ്താൻ ഞാൻ ഏർപ്പാട് ചെയ്തു കൊടുത്തു. അതാണ് ദുൽഖർനൈനി രാജാവിന് കൊടുത്തത്. അപ്പൊ സമൂഹത്തിന്റെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയപ്പെടുന്ന വിഭാഗം, ആ വിഭാഗം സമൂഹത്തിൽ ഫസയുഫ്സിദൂന ഫിൽ അർളി ഇന്ന യഅ്ജൂജ വമഅ്ജൂജ യുഫ്സിദൂന ഫിൽ അർളി എന്ന് പരിശുദ്ധ ഖുർആൻ ഫസാദ് ഉണ്ടാക്കുന്നു എന്ന് പഠിപ്പിച്ച യഅ്ജൂജ് മഅ്ജൂജിന്റെ ഫസാദ് നടക്കുന്ന നാട്ടിൽ കൂടി മഹാനവറുകൾ പോയപ്പോ ആ നാട്ടുകാരൊക്കെ കൂടി ദുൽഖർനൈനി രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ വലിയ ബേജാറിലാണ്. യഅ്ജൂജ് മഅ്ജൂജ് ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്, ഇവിടെ ഫസാദ് ഉണ്ടാക്കുകയാണ്, ഇവിടെ ഫിത്ന ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകള് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആതൂനി സുബറൽ ഹദീദ്, എല്ലാരും ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരി. സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരി എന്ന് പറഞ്ഞ ആ സുബറുൽ ഹദീദിനെ ഒരുമിച്ചു കൂട്ടി ബഹുമാനപ്പെട്ടവർ വലിയ തീയിട്ട് ഉരുക്കി അതിലെല്ലാവരോടും ഊതാൻ വേണ്ടി പറഞ്ഞു. ആ തീയിലങ്ങട്ട് ഊതി ഉരുകി വെന്ത് അതിൽ ലോകത്ത് വലിയ ഒരു മതിലായി, വലിയ ഒരു മതിൽക്കെട്ടായി. ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്ക്